വേണുവിനോട് ഞാനിപ്പോ എന്താ പറയണ്ടെന്ന് ആലോചിക്കുന്നേ. വീണയോട് അവൻ കാര്യം നേരിട്ട് പറഞ്ഞല്ലോ. അവന്റെ അഭിപ്രായത്തില് അവൻ അത്ര താല്പര്യത്തോടെയൊന്നും അല്ല വീണയോട് സംസാരിച്ചത്. അതിന് അമ്മാവ, അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതല്ലേ. അവന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ. വീണയുടെ താല്പര്യം മനസ്സിൽ നിന്ന് കളയാൻ പറഞ്ഞേക്കാം എന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് നീ പിന്നെ ആരെയാ അവക്ക് വേണ്ടി തേടി പിടിച്ചോണ്ട് വരാൻ പോണത്? ഹരി, അവളുടെ സ്വഭാവത്തിന് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് എനിക്കും അറിയാം, നിനക്കും അറിയാം. ഈ അകാരണമായ ദേഷ്യം, ഒരു കാര്യമില്ലാത്ത പൊട്ടിത്തെറി, ഇത് നമ്മൾ രണ്ടുപേരും മാത്രമല്ല, പലപ്പോഴും വേണു ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും അവന് അങ്ങനൊരു താല്പര്യം അവളോട് തോന്നിയെങ്കിൽ എന്നാ പിന്നെ അത് നടക്കുന്നതല്ലേ നല്ലത്. നാളെ അവളുടെ ഭാഗത്ത് ചെറിയ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാ നമുക്കത് അവരോട് പറഞ്ഞു നിൽക്കാമല്ലോ. ഏതായാലും അവൻ നല്ല പയ്യനാ. അവൻ അവളെ നന്നായിട്ട് നോക്കിക്കോളും. ഇതിനേക്കാളും മെച്ചമുള്ള ബന്ധം അവൾക്കിനി വേറെ വരാനില്ല. അമ്മാവ, എനിക്കും അറിയാം. പക്ഷെ വീണ, എടാ, എല്ലാ കാര്യത്തിനും അവളുടെ ഇഷ്ടത്തിനൊന്നും തുള്ളാൻ പറ്റില്ല. ചില കാര്യങ്ങളില് നിർബന്ധ ബുദ്ധി കാണിക്കേണ്ടിടത്ത് നമ്മൾ കാണിച്ചേ പറ്റൂ. ഇക്കാര്യത്തില് ഞാനത് കാണിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. നീ ധൈര്യമായിട്ട് വേണുവിനോട് കാര്യങ്ങൾ സംസാരിച്ചോ. അവളെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വാക്കാണല്ലോ അല്ലേ? വാക്കാണ്. അതുപോലെ തന്നെ ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ആശ്വാസവും. മോനെ, അവൾ ഇവിടെ തന്നെ ഉണ്ടാവട്ടെ, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവട്ടെ. ഒരു ഭാഗത്ത് നീയും ഒരു ഭാഗത്ത് അവളുടെ കൈ പിടിക്കാൻ വേണുണ്ടെങ്കിൽ നമുക്ക് ഈ കുറുമ്പൊക്കെ നേരെയാക്കി എടുക്കാൻ പറ്റൂടാ. ഞാൻ സംസാരിക്കാം അവനോട്. ബാധ്യതയായ ഒരു പെൺകുട്ടിയെ നിന്റെ സുഹൃത്തിന്റെ തലയിൽ വെച്ച് കെട്ടാണെന്നല്ലോ ഈ അമ്മാവ് നോക്കുന്നത്. ഒരു അച്ഛന്റെ പ്രതീക്ഷയാ. ஐயா எங்க பாருக்கு ஐயா முருகா கடவுளே ஐயா പാമ്പതാവത് இருக்குமா? ഒന്ന് ശബ്ദം ഉണ്ടാക്കാതെ വാടാ, അവർ കേക്കില്ലേ? എന്റെ പൊന്ന് സാറേ, ഞാൻ இந்த പണിക്ക് പുതിയതാ. என்ன സാറേ? ഇങ്ങോട്ട് വാടാ. വാ. யாராவது பார்த்தா இதோட അയ്യോ, ഒതിയ വാടാ. സാരി എന്നായ ആർക്കോ ഫോൺ ചെയ്യാം. ഫോണാ? யாருக்கு? നോക്കട്ടെ. ഇനി ഉറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ വൈകുവേ. എന്നാ? അച്ഛൻ അവൾ ഇവിടെ തന്നെയുണ്ട്. എന്നാ? പോയി കിടക്കച്ചാ. ശരി മോളെ. അച്ഛൻ പോയി. പോയാച്ചാ, നമുക്കും പോകാമേ. അവൾ ഫോൺ വെച്ചു.
ആരാ അവിടെ? ആരാ? ഞാനില്ല, ഞാൻ പോണ്. അയ്യോ, പിടിച്ചാ- അയ്യോ, കള്ളൻ! കള്ളൻ! അച്ഛാ, കള്ളൻ! ബംഗാളി, അച്ഛാ, ബംഗാളി, കള്ളൻ! ബംഗാളി ജോലിക്ക് പോകുന്ന വഴി. കള്ളൻ! കള്ളൻ! അയ്യോ. അയ്യോ! ഇവിടെ നിക്കണവിടെ. ഇവിടെ നിക്കാൻ. ആഹാ, മാറടാ അവിടുന്ന്. അമ്മ. ജീവൻ സാറെ കൊന്നിരിക്ക. അയ്യോ പാവം. ഇവിടെ നോക്കി നിൽക്കാതെ വാടേ ഇങ്ങോട്ട്. ഞാൻ വരൂല. തല്ലുന്നതും കൊല്ലുന്നതൊക്കെ പാവല്ലേ, ഞാൻ വരൂല. എനിക്ക് പേടിയാ. എന്താ എന്താ മോളെ? അവിടെ അത് ആരത്? இந்த ராத்திரியோட எல்லாமே முடிஞ்சு போச்சு. എന്താ മോനെ ഈ നേരത്ത്, അതും ഈ രൂപത്തില്? ചോയ്സ് കേട്ടില്ലേ? ഈ നേരത്തെ എന്ത് ചെയ്യായിരുന്നു? കൂടെ ആരാ ഉണ്ടായിരുന്നേ? ചോദിക്കേണ്ടതേ ഇവനോടല്ല, ചോദിക്കേണ്ട ആളെയൊക്കെ എനിക്ക് അറിയാം. എന്താ ഒന്നും മിണ്ടാത്ത? എന്തിനാ രഹസ്യമായിട്ട് ഇവിടേക്ക് വന്നേ? അതൊരു സർപ്രൈസ് തരാൻ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അയ്യാ, നിങ്ങൾക്ക് വിശ്വാസം വന്നില്ല അല്ലേ? നിങ്ങളുടെ മോനെ മുഖം മൂടി കള്ളന്മാരുടെ വേഷത്തിൽ വന്നിട്ടേ ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ പിടിച്ചു വെച്ചിരിക്ക. എന്തായിരുന്നു സുജാത കൊച്ചമ്മയുടെ പുരാണം? അന്തസ്സുള്ള തറവാട്, ദൈവത്തിന്റെ പര്യായമായ മാഘ. ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ. നിങ്ങളുടെ കുടുംബത്തിന്റെ തനി സ്വഭാവം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ മകൻ അങ്ങനെ തെറ്റായ ഒരു കാര്യം ചെയ്യില്ല. ദേ പിന്നെ നളിനിയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ, ഇപ്പൊ ഞാൻ പറയണ വിശ്വാസമായില്ലെങ്കിലേ ഞാൻ ഇവിടെ ആർക്കാ കൊടുക്കണ്ടേ? പറ. എന്റെ ഏട്ടൻ സദാനന്ദന് കൊടുക്കണോ അതോ നിത്യക്ക് കൊടുത്താ മതിയോ? ഫോൺ ജീവന് കൊടുക്ക. നീ എന്തിനാ നളിനി ഇപ്പൊ വിളിക്കാൻ പോയേ? ഏട്ട ഇതൊക്കെ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിലേ ബുദ്ധിമുട്ടാകും. അതെ, ഞാൻ ദേ മോൻ പുനാര മോന് കൊടുക്കാം. പിടിക്കടാ, സംസാരിക്കടാ. ജീവൻ, അവര് പറയുന്നതൊക്കെ സത്യമാണോ? അമ്മേ, അയ്യോ നീ മുഖം മൂടിയിട്ടിരുന്നോ?
നിന്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തിനാ നീ അങ്ങനെ ചെയ്തത്? ജീവൻ എന്തിനാ നീ നാണം കെട്ട ഒരു കാര്യം ചെയ്തതെന്നാ ചോദിച്ചത്. പറയടാ. സുജാതെ, മോൻ മാത്രമല്ല, ഞാനും ജ്യോതി ഇവിടെ ഉണ്ട്. എന്താ രഘുവേട്ടാ ഇതൊക്കെ? എടോ, താനല്ലേ ഇന്നലെ വിളിച്ചു പറഞ്ഞത് നാളെ നിത്യമോളുടെ ബർത്ത്ഡേ ആണെന്ന്. എങ്കിൽ പിന്നെ 12 മണി കഴിയുമ്പോ ഒരു സർപ്രൈസ് കൊടുത്ത് ഞെട്ടിക്കാമെന്ന് കരുതി. ഞാനും മോളും ഒരു കേക്കും വാങ്ങിച്ച് ഇങ്ങോട്ട് പോന്നു. പക്ഷേ അതിനു മുമ്പ് ഇവൻ എല്ലാ സർപ്രൈസും പൊളിച്ചില്ലേ. ഞങ്ങൾക്ക് മുമ്പേ ബർത്ത്ഡേ വിഷുവായി അവനിങ്ങെത്തി. അച്ഛാ, ഫോണിൽ വന്നേ. അതെ അമ്മേ, ഞാൻ നിത്യയ്ക്ക് ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇവരൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചു. ഡേയ് പാവി, ശരി ശരി, അച്ഛനും മക്കളും ചേർന്നുള്ള കളി കൊള്ളാം. അല്ല, നീ മോൾക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? അത് അമ്മ, ഗിഫ്റ്റൊക്കെ നാളെയല്ലേ കൊടുക്കേണ്ടത്? കൊള്ളാം. നീ മോൾക്കൊന്ന് ഫോൺ കൊടുത്തേ. അമ്മേ, ആ, മോള് പേടിക്കണ്ട കേട്ടോ. അവരുടെ കൂടെ കൂടിയാ അച്ഛൻ അവരെക്കാളും പ്രായം കുറവാ. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ മോളെ, നിങ്ങൾ ആഘോഷിക്കേ. ശരി അമ്മേ. എന്തായാലും ഇത് കുറച്ച് കടന്ന കയ്യായി പോയി. ഇവിടെ ആരെങ്കിലും പേടിച്ച് ചത്തിരുന്നെങ്കിലോ? ഹേയ്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല നളിനി. ജീവിതമൊക്കെ ആവുമ്പോ അതിന് കുറച്ച് തീയും പുകയൊക്കെ വേണ്ടേ? സോറി കേട്ടോ. പിന്നെ ഈ പിറന്നാള് മുതല് മോള് ഞങ്ങളുടെ കൂടി സ്വന്തമല്ലേ? ഞാനെന്ത് പറയാനാ, ഇതൊക്കെ ആദ്യത്തെ കാഴ്ചയല്ലേ. ശരി ശരി. ആ പിന്നെ ജ്യോതി, ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? ഇനി കാറിന്ന് കേക്ക് എടുക്കുന്നു, കട്ട് ചെയ്യുന്നു. മോളെ, മോളൊക്കെ അല്ലേ? മോളെ, കേക്ക് കട്ടി കട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു നിക്ക്. മോളെ, ഇനി മുതൽ മോൾക്ക് കേക്ക് എടുത്ത് തരേണ്ടത് എന്റെ മോന. അപ്പോ ഇന്ന് തന്നെ നമുക്ക് തുടങ്ങിയാലോ? എടാ, എടുത്തങ്ങോട്ട് കൊടുക്ക്. അല്ല, ഇതിനിടയിൽ നീ എവിടെ പോയിരുന്നു? അയാൾ അതിനെ ആദ്യത്തെ അടിക്കാൻ മുങ്ങിപ്പോയില്ലേ? இந்த மாதிரி அவஸ்தைன்னு ഞാൻ நினைக்கல சார். എടുത്തു കൊടുക്കേട്ടാ. എടുത്ത് കൊടുങ്ക സാർ. എടുത്ത് കൊടുക്കടാ. ഇതെന്താ മോളെ, എന്റെ മോനെ ഇങ്ങനെ അവഗണിക്കല്ലേ? അവനെടുത്ത് കൊടുക്കുന്നേ. കള്ളത്തരം പിടിക്കാൻ വന്ന് ഇപ്പൊ സാറേ കുടുങ്ങിയാച്ചു. സാധാരണ എന്റെ മോളുടെ പിറന്നാൾ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിൽ പോക്കും ഒരു പായസവും, അതിലപ്പുറമൊന്നുമില്ല. ഇന്നിപ്പോ എല്ലാവരും കൂടി അങ്ങ് മാറ്റിമറിച്ചു. എന്തായാലും ഈ പാതിര പരിപാടി ഇത്തിരി കടുത്തുപോയി. ശിവാനന്ദേട്ട ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഭൂകമ്പം ഉണ്ടായനെ. പോരാത്തിന് എല്ലാത്തിനെ തൊല്ലും കൂടെ കൊന്നനെ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല നളിനി കേട്ടോ.
எல்லாம் தெரிஞ்சதுக்கு அப்புறம் ஆனல்ல சாറേ முகம் மூடிட்டு இங்க வந்தது. ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. ആ മോളെ, മേനി മേനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ കേട്ടോ. താങ്ക് യു അച്ഛാ. നാളെ സമ്മാനങ്ങളുടെ ഒരു പെരുമഴ തന്നെ വരുന്നുണ്ട് അമ്മയുടെ വക. കഴിച്ചു. മോളെ, ഞങ്ങളങ്ങ് മടങ്ങട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിച്ചു. കാണാത്ത കാഴ്ചകള്, ഇതുവരെ ഇല്ലാത്ത ശീലങ്ങള്, ഇതൊക്കെ നിങ്ങളായിട്ടാ മോളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. കാത്തോളിന് എന്റെ മോളെ. അതിലൊരു സംശയവും വേണ്ട. നിത്യമോളെ ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഹലോ. ആ കൊണ്ടുവന്നോ. ആ ശരി ശരി. ആ ഗ്യാസ് കൊണ്ടുവരുന്നവരാ, അവരിപ്പോ ഇങ്ങ് വരും. അത് മോന്തേന്നെടുത്ത് മാറ്റടാ, ഇല്ലെങ്കിൽ എവിടെയും തട്ടിത്തറിഞ്ഞു വീഴും. ആ സത്ത്. ഇതെവിടെ പോയി? ഞാനിവിടെ വെച്ചതാണല്ലോ, അതെവിടെ പോയി? നളിനി, 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 നളിനി. എന്താ ഏട്ടാ? ഞാൻ അലമാരിയെ കുറിച്ച് പണം വെച്ചിരുന്നു, ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. അതെന്തെങ്കിലും ആവശ്യത്തിന് നിത്യമോൾ എടുത്തു കാണും. അവളല്ലേ എല്ലാം ചെയ്യുന്നത്. ഏയ്, അവളെടുക്കില്ല. 1 രൂപ എന്റെ മേശ എടുക്കണ പോലും അത് അവൾ എന്നോട് ചോദിച്ചിട്ട് ചെയ്യൂ. ചെലപ്പോ നിത്യ പറയാൻ മറന്നാവും അമ്മാവ. ഏട്ടൻ അവിടെ എവിടെയെങ്കിലും ഒന്നും കൂടെ ഒന്ന് നോക്കിയേ. അല്ല, എത്ര രൂപയാ? 3500. അത്രേ ഉള്ളോ? ഏട്ടന്റെ വെപ്രാളം കണ്ടപ്പോ ഞാൻ കരുതി ലക്ഷങ്ങൾ ഉണ്ടാവുമെന്ന്. ഈ ലക്ഷങ്ങളും കോടികളും ഒക്കെ കയ്യിൽ നിന്ന് ഒഴുകി പോകുന്നവരെ ചുമ്മാ നിൽക്കുന്നു. അപ്പോഴാ അവര് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയത് തെറ്റായ വഴി കൂടിയാണെങ്കിൽ അത് ഒഴുകിപ്പോകുന്നതിനെ കുറിച്ച് അവർക്ക് വലിയ പരിഭ്രമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ 3500 എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാ. അത് നിത്യമോളുടെ അധ്വാനത്തിന്റെ വിലയാ, അവളുടെ ആദ്യത്തെ ശമ്പള. അതിന്റെ വില ഒരുപക്ഷെ നിനക്ക് മനസ്സിലാവില്ല. എന്താ ഏട്ടാ? നിത്യമോൾ അവൾക്ക് ആദ്യം കിട്ടിയ ശമ്പളാന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു 3500 രൂപ എൻ്റെ കയ്യിൽ തന്നു. അത് ഞാൻ എൻ്റെ അലമാരയിൽ വെക്കുകയും ചെയ്തു. ഇപ്പൊ അവിടെ ഇല്ല. ഇനിയിപ്പോ എവിടെ ചെന്ന് തിരക്കാനാ? തേടേണ്ട വഴി എനിക്കറിയാം. ഇന്നലെ നിന്റെ കയ്യിൽ പണം കണ്ട് ഞാൻ ചോദിച്ചപ്പോ നിന്റെ അമ്മ തന്നതാന്നാ നീ പറഞ്ഞേ. സത്യം പറടാ, എവിടുന്ന് കിട്ടിയതാ നിനക്ക് ആ പണം? ദേ ഏട്ടാ, ഞങ്ങള് വെറുതെ കള്ളന്മാരാക്കല്ലേ. സത്യം പറടാ, ഏട്ടന്റെ മുറിയിൽ നിന്ന് നീയല്ല പണം എടുത്തേ? എന്നെ തള്ളേണ്ട,
അമ്മയാ അമ്മാവന്റെ മുറിന്ന് പണം എടുത്ത് അമ്മാവൻ വേണമെങ്കിൽ അമ്മയെ തല്ലിക്കും. അയ്യോ, നുണ പറയുന്ന എന്തുവാ പറയുന്നത്? ഞാൻ എന്റെ ഏട്ടന്റെ മുറി കയറി മോഷ്ടിച്ചെന്നോ? ദേ, ഇനി മിണ്ടിയ കൊന്നോളയും ഞാൻ. പിന്നെ എനിക്ക് അങ്ങനെ വേറൊരാളുടെയും പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എടുത്തിട്ടില്ല. അമ്മ എടുത്തു എടുത്തു എടുത്തു.